ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ വളരെ ചെറിയൊരു പോയിന്റാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ പലപ്പോഴും NCERT ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന സമയത്ത് NCERT ചില കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വളരെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും. ഒരുപക്ഷെ ക്ലാസ് റൂമിൽ നമ്മൾ അങ്ങനെ ആയിരിക്കണമെന്നില്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. ഞാൻ ചെറിയൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി, ന്യൂട്ടൺസ് ഫോർമുല ഫോർ വിസ്കസ് ഫോഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ എങ്ങനെ ശരിക്കും ഈറ്റ എന്ന കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റിയെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ ന്യൂട്ടൺസ് ഫോർമുല പഠിച്ചു. വിസ്കസ് ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഏരിയ ആൻഡ് ആൾസോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി ഗ്രേഡിയൻറ്റ് dv/dx. എന്നിട്ട് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എന്തെഴുതും? എഫ് പ്രൊപ്പോർഷണൽ ടു AdV/dx. എന്നിട്ട് അവിടുത്തെ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻ്റ് ആയിട്ടാണ് നമ്മൾ ഈറ്റനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഈറ്റ AdV/dx. നമ്മൾ നെഗറ്റീവ് സൈഡ് കൂടെ കൊടുക്കും. വെലോസിറ്റിയുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വിസ്കസ് ഫോഴ്സ് ഉണ്ടാവുക എന്നുള്ളത്. ലെറ്റ് ഇറ്റ് ബി, അവിടെ നിൽക്കട്ടെ. പക്ഷേ NCERT ഈ കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എങ്ങനെയെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? NCERTയിൽ നിങ്ങൾക്ക് ഇങ്ങനെയല്ലത് കാണുക. അവിടെ NCERT അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഈറ്റന് എക്സ്പെരിമെൻ്റലി ആണ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. എക്സ്പെരിമെൻ്റലി. എന്നിട്ട് നമ്മളോട് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. സോളിഡ്സിൽ സ്ട്രെസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ ആണ്. ബട്ട് എക്സ്പെരിമെൻ്റലി നമുക്ക് സ്ട്രെസ് ഈസ് ഡിറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ അല്ല, സ്ട്രെയിൻ റേറ്റ് ആണ് ഈ ഫ്ലൂയിഡ്സിൻ്റെ കേസിൽ എന്ന് NCERT പറയുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? എന്നിട്ട് അവിടെ എന്താ കൊടുത്തുള്ളത്? ഈറ്റ ഇസ് ഈക്വൽ ടു ഷിയറിംഗ് സ്ട്രെസ് ഡിവൈഡഡ് ബൈ സ്ട്രെയിൻ റേറ്റ് എന്നാണ്. സ്ട്രെയിൻ റേറ്റ് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു ഭാഗം തന്നെയാണിത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്രാക്ക് ഇറ്റ് വിത്ത് NCERTയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കും. മാത്രമല്ല അതിൻ്റെ ഒരു പ്രോബ്ലം NCERTയിൽ ഒരു സോൾവ്ഡ് എക്സാമ്പിൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട്. ദാറ്റ്സ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഈറ്റയെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കോയഫിഷ്യൻ്റ് ഓഫ് വിസ്കോസിറ്റി പറയുന്ന സമയത്ത് അത് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഷിയറിംഗ് സ്ട്രെസ് ടു സ്ട്രെയിൻ റേറ്റ് എന്ന കാര്യവും വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. താങ്ക് യു.